കുവൈറ്റ് തീരത്ത് സ്ഫോടനം. മുബാരക് അൽ ഖബീറിന് 30 നോട്ടിക്കൽ മൈലെ ദൂരെയാണ് കപ്പലിൽ സ്ഫോടനമുണ്ടായത്. ചരക്ക് കപ്പലിൽ നിന്നുള്ള എണ്ണ കടലിൽ പരന്നു. കപ്പലിലേക്ക് വെള്ളം കയറുന്നതായും റിപ്പോർട്ടുണ്ട്. കപ്പലിലുള്ളവർ സുരക്ഷിതരാണ്. ദോഹയിലെ US എംബസിക്ക് അടുത്ത് താമസിക്കുന്നവരെ ഖത്തർ ഒഴിപ്പിക്കുകയാണ്. താൽക്കാലിക സുരക്ഷാ നടപടികളുടെ ഭാഗമാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഒഴിപ്പിക്കുന്നവർക്ക് താമസ സൗകര്യം ഒരുക്കും. US-നും ഭീഷണിയായതിനാലാണ് ശ്രീലങ്കൻ തീരത്തെ കപ്പൽ മുക്കിയതെന്ന് US റിട്ടയർഡ് ജനറൽ മാർക്ക് കിമിറ്റ് അവകാശപ്പെട്ടു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തിയ ടോർപിഡോ ആക്രമണത്തിലാണ് ഇറാനിയൻ നാവികസേനയുടെ കപ്പൽ തകർത്തത്. 87 നാവികർ കൊല്ലപ്പെട്ടു. ഇന്ത്യൻ തുറമുഖങ്ങൾ ആക്രമണത്തിന് ഉപയോഗിച്ചിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാൻ വ്യോമമേഖലയിൽ കടന്ന 5000-ഓളം ബോംബുകൾ വർഷിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു. ഇറാന്റെ സൈനിക ശക്തിയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കത്തിന് പിന്നാലെ ഇറാനിലെ 2000-ഓളം തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ തങ്ങളും ആക്രമണം നടത്തിയതായി അമേരിക്കൻ ഭരണകൂടം വ്യക്തമാക്കി. എന്നാൽ ഈ നീക്കങ്ങളെ നിസ്സാരമായി കാണാത്ത ഇറാൻ ശക്തമായ പ്രത്യാക്രമണമാണ് നടത്തുന്നത്. ഏകദേശം 500 ബാലിസ്റ്റിക് മിസൈലുകളും 2000-ഓളം ഡ്രോണുകളും ഇറാൻ തിരിച്ചടിച്ചതായി അമേരിക്കൻ നേവി അഡ്മിറൽ ബ്രാഡ് കൂപ്പർ സ്ഥിരീകരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളിലൊന്നായ സൗദി അറേബ്യയിലെ ആരംകോയുടെ റാസ് തനൂറ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഇറാൻ ഡ്രോണാക്രമണം നടത്തി. ഇത് 2ാം തവണയാണ് ആരംകോ ലക്ഷ്യം വെക്കപ്പെടുന്നത്. നിലവിൽ എണ്ണ ഉൽപാദനത്തിന് തടസ്സമില്ലെങ്കിലും മേഖലയിൽ കനത്ത സുരക്ഷാ ഭീഷണിയുണ്ട്. ഇതിനു പുറമെ സൗദിയിലെ CIA താവളത്തിലും ഇറാന്റെ ഡ്രോണുകൾ പതിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണമുണ്ട്. യുദ്ധത്തിന്റെ കനൽ അയൽ രാജ്യങ്ങളിലേക്കും പടരുകയാണ്. UAE-യിൽ നടന്ന വിവിധ ആക്രമണങ്ങളിൽ വിദേശികളടക്കം 78 പേർക്ക് പരിക്കേൽക്കുകയും 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. 129 ഡ്രോണുകളും 3 മിസൈലുകളുമാണ് UAE-ക്ക് നേരെ ഇറാൻ തൊടുത്തത്. ബഹ്റൈനിലെ ലക്ഷ്യമാക്കി 74 മിസൈലുകളും 95 ഡ്രോണുകളും ഇറാൻ അയച്ചു. ഇതോടെ മേഖലയിലെ വ്യോമ സുരക്ഷാ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിലാണ്. യുദ്ധം ഊർജ്ജ വിപണിയെയും ബാധിച്ചിരിക്കുകയാണ്. ഖത്തർ തങ്ങളുടെ പ്രകൃതിവാതക ഉൽപാദനം പൂർണ്ണമായും നിർത്തിവെച്ചു. ഇറാൻ സൈന്യത്തിനു വേണ്ടി ചാരവൃത്തി നടത്തിയ ഏതാനും പേരെ ഖത്തർ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 10 ഡ്രോണുകളും 2 ക്രൂയിസ് മിസൈലുകളുമാണ് ഖത്തറിന് നേരെ ഇറാൻ പ്രയോഗിച്ചത്. അതിനിടെ ആവശ്യമെങ്കിൽ ഹോർമുസ് വഴി എണ്ണയും വാതകവും കൊണ്ടുപോകുന്ന കപ്പലുകൾക്ക് അമേരിക്കൻ നാവികസേന അകമ്പടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. സംഘർഷ പശ്ചാത്തലത്തിൽ പേർഷ്യൻ ഉൾക്കടലിലെ കപ്പലുകൾക്ക് റിസ്ക് ഇൻഷുറൻസും സാമ്പത്തിക ഗ്യാരണ്ടികളും നൽകാൻ US ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനോട് ട്രംപ് നിർദ്ദേശിക്കുകയും ചെയ്തു. ലോകത്ത് സ്വതന്ത്രമായ ഊർജ്ജ ഒഴുക്ക് US ഉറപ്പാക്കുമെന്നും പറഞ്ഞു. ഹോർമുസ് കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകളെ കത്തിക്കുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് US-ന്റെ നീക്കം. പ്രതിസന്ധികൾ ആഗോള ഊർജ്ജ വിപണിയെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. അതേസമയം ഹോർമുസിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങളുടെ കൈകളിലാണെന്നും മറികടക്കാൻ ശ്രമിച്ചാൽ ആക്രമണം ഉണ്ടാകുമെന്നും റവല്യൂഷണറി ഗാർഡ് ഭീഷണി ആവർത്തിച്ചു. US-ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ ശനിയാഴ്ച റവല്യൂഷണറി ഗാർഡ് ഹോർമുസ് അടച്ചിരുന്നു. കപ്പലുകൾ ഹോർമുസ് കടക്കരുതേ എന്ന് റേഡിയോ സന്ദേശങ്ങൾ നൽകുകയായിരുന്നു. ചില കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണവും ഉണ്ടായി. തുടർന്ന് കടലിടുക്ക് അടച്ചെന്നും മറികടക്കാൻ ശ്രമിച്ചാൽ തകർക്കുമെന്നും കഴിഞ്ഞ ദിവസം ദേശീയ ടെലിവിഷനിലൂടെ റവല്യൂഷണറി ഗാർഡ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ലോകത്തെ എണ്ണ കയറ്റുമതിയുടെ 20% കടന്നുപോകുന്നത് ഹോർമുസിലൂടെയാണ്. ഹോർമുസ് കടലിടുക്കിന് സമീപം മാൾട്ട പതാക വഹിക്കുന്ന സഫീൻ പ്രസ്റ്റീജ് എന്ന ചരക്ക് കപ്പലിന് നേരെ മിസൈൽ ആക്രമണവും ഉണ്ടായി. ഒമാന് വടക്ക് 2 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു സംഭവം. കപ്പലിൽ തീപിടുത്തമുണ്ടായി. 24 ജീവനക്കാരെയും ഒമാൻ രക്ഷപ്പെടുത്തി. 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഫ്രാൻസിന്റെ വിമാനവാഹിനി കപ്പലായ ഷാൽഡ ഗോളിനെ മെഡിറ്ററേനിയൻ കടലിൽ വിന്യസിക്കും. ഹോർമുസ് കടലിടുക്ക് അടച്ചതിനാലും സൂയിസ് കനാൽ ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയുള്ളതിനാലുമാണ് നീക്കമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പറഞ്ഞു. സംഘർഷ പശ്ചാത്തലത്തിൽ കുവൈറ്റ് എല്ലാ എൻട്രി വിസിറ്റർ വിസകളുടെയും കാലാവധി 1 മാസത്തേക്ക് നീട്ടി. കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാരത്തിന് മുന്നോടിയായുള്ള 3 ദിവസം നീളുന്ന പ്രാർത്ഥനാ ചടങ്ങുകൾ ടെഹ്റാനിലെ ഇമാം ഖമേനി മുസല്ലയിൽ ആരംഭിക്കാൻ നിശ്ചയിച്ചിരുന്നുവെങ്കിലും ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചു. പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. ഖമേനിയുടെ സംസ്കാരം ജന്മനാടായ മഷാദിൽ നടത്തിയേക്കുമെന്നാണ് സൂചന. ആഗോള പ്രശ്നങ്ങൾ യുദ്ധം കൊണ്ടോ ബോംബുകളാലോ പരിഹരിക്കാൻ കഴിയില്ലെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പറഞ്ഞു. ഇറാനിൽ US-ഉം ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങളെയും ഖമേനി വധത്തെയും അംഗീകരിക്കാനാകില്ലെന്ന് സാഞ്ചസ് വ്യക്തമാക്കിയിരുന്നു. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് സ്പാനിഷ് സൈനിക ബേസുകൾ ഉപയോഗിക്കാൻ US-നെ അനുവദിക്കില്ലെന്നും സാഞ്ചസ് നിലപാടെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.